നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ചെറിയ പെരുന്നാൾ നിറവിൽ നാട്. ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നു. UDF സ്ഥാനാർത്ഥി K മുരളീധരനു വേണ്ടി പ്രചാരണത്തിനിറങ്ങി കോൺഗ്രസ് നേതാക്കളായ VM സുധീരനും ചാണ്ടി ഉമ്മൻ MLAയും. സുധീരൻ ആദൂരിലും ചാണ്ടി ഉമ്മൻ നന്ദിക്കര സാംബവ കോളനിയിലെ പരിപാടിയിലുമാണ് എത്തിയത്. 5 നാൾ നീണ്ടു നിൽക്കുന്ന മിഷൻ എക്സിബിഷന് തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ തുടക്കമായി. മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ദുരിതത്തിലായ കർഷകന് കരുണയുടെ കരങ്ങൾ. പടവലത്തിന് വിലയില്ലാതായതോടെ ആദായ വിൽപ്പനയ്ക്കൊരുങ്ങിയ ആലയങ്ങാടിലെ കർഷകനെ സഹായിക്കാനെത്തി കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. NCTV ഇമ്പാക്ട്. വാർത്തകൾ വിശദമായി. 1 മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഹ്ലാദത്തിന്റെ ചെറിയ പെരുന്നാൾ. വിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നു. സ്നേഹം പങ്കുവെക്കലിന്റെ ആഘോഷം കൂടിയാണ് പെരുന്നാൾ. ഒമാനിലും ഗൾഫ് രാജ്യങ്ങളിലും ബുധനാഴ്ചയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതേസമയം ഉത്തരേന്ത്യയിലും ഡൽഹിയിലും വ്യാഴാഴ്ചയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. കൊടകര മേഖലയിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കോടാലി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം മുഹമ്മദ് ഷെരീഫ് ദാരിമി നേതൃത്വം നൽകി. മറ്റത്തൂർ നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദിൽ ഇമാം CH മാഹിൻ മൗലവി അൽ ഖാസിമിയും കൊടകര ജുമാ മസ്ജിദിൽ ഇമാം അബ്ദുൽ അസീസ് സഖാഫിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര റിഫാഇ ജുമാ മസ്ജിദിൽ ഇമാം ഉനൈസ് സഖാഫി അൽ അർഷദിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പത്തുകുളങ്ങര ജുമാ മസ്ജിദിൽ ഇമാം സാജിദ് മന്നാനിയും ചൊക്കന നായാട്ടുകുണ്ട് ബദ്രിയ ജുമാ മസ്ജിദിൽ ഇമാം മുഹമ്മദ് അൽ ഹസനിയും ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. 5 നാൾ നീണ്ടു നിൽക്കുന്ന മിഷൻ എക്സിബിഷന് തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ തുടക്കമായി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. I am very proud that this whole initiative comes from lay people, and I think that, as I told during the homily, they are the donkeys, not used or underused, taken by the Lord to make his journey to Jerusalem great. So sweetly everybody, I tell everybody, your service will be recorded, not here in the books of. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിയാത്ത് മിഷൻ എന്ന അൽമായ പ്രേഷിത മുന്നേറ്റമാണ് മിഷൻ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ഇത് 5ാം തവണയാണ് ഫിയാത്ത് മിഷൻ ഇത്തരത്തിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ഇത്തവണ 55 സ്റ്റാളുകളാണ് ഉള്ളത്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മിഷണറി സമൂഹങ്ങൾ കൂടാതെ കെനിയ, മഡഗാസ്കർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മിഷൻ സ്റ്റാളുകളും ഉണ്ട് എന്നുള്ളത് ഇത്തവണത്തെ സവിശേഷതയാണ്. മിഷൻ സ്റ്റാളുകൾക്ക് പുറമെ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററി, ടെലിഫിലിം പ്രദർശനം, സെമിനാറുകൾ, കുട്ടികൾക്കായി വിവിധ ഗെയിമുകൾ, മത്സരങ്ങൾ, വൈകിട്ട് മ്യൂസിക് പ്രോഗ്രാമുകൾ തുടങ്ങി വിപുലമായ പരിപാടികളാണ് മിഷൻ എക്സിബിഷനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് എക്സിബിഷനിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക. വിവിധ ഇടവകകളിൽ നിന്ന് മതബോധന വിദ്യാർത്ഥികളും ഇടവകാംഗങ്ങളും സംഘം ചേർന്ന് എക്സിബിഷൻ കാണുന്നതിനും മിഷനെ അറിയുന്നതിനുമായി എത്തിച്ചേരുന്നുണ്ട്. ഏപ്രിൽ 14-ന് മിഷൻ എക്സിബിഷന് സമാപനമാകും. ദുരിതത്തിലായ കർഷകന് കരുണയുടെ കരങ്ങൾ. പടവലത്തിന് വിലയില്ലാതായതോടെ ആദായ വിൽപ്പനയ്ക്കൊരുങ്ങിയ ആലയങ്ങാടിലെ കർഷകനെ സഹായിക്കാനെത്തി കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. NCTV ഇമ്പാക്ട്. ആലയങ്ങാട് എലിവുങ്ങച്ചാഴിൽ സതീശന്റെ കെട്ടിക്കിടന്ന 2 ടൺ പടവലത്തിൽ 1 ടൺ പടവലമാണ് കല്യാൺ സൂപ്പർ മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങിയത്. വാർത്തയിലൂടെയാണ് കർഷകന്റെ ദുരിതം പുറത്തറിയുന്നത്. വിഷു അടുത്തിട്ടും പടവലത്തിന് വിലയില്ലാത്തതും പടവലത്തിന് അധികം ആവശ്യക്കാരില്ലാത്തതുമാണ് കൃഷിക്ക് തിരിച്ചടിയായത്. വേനൽക്കാലത്ത് ജലലഭ്യത കുറവായിരുന്നിട്ടുകൂടി ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത കൃഷി പ്രയോജനമില്ലാതായതോടെ ആദായ വിൽപ്പനയ്ക്ക് ഒരുങ്ങുമ്പോഴാണ് കർഷകന് താങ്ങായി സൂപ്പർ മാർക്കറ്റ് അധികൃതർ എത്തുന്നത്.
കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ശ്രീധരൻ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് വിപണി വിലയേക്കാൾ മുന്തിയ വിലയ്ക്ക് പടവലം വാങ്ങി കർഷകനെ സഹായിച്ചത്. ഇന്ന് അതിരാവിലെ തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു ടൺ പടവലങ്ങ എടുക്കാം, പിന്നെ വേണമെങ്കിൽ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പൊട്ടിച്ചോളം പടവലങ്ങ കല്യാണിന് കൊടുക്കുകയാണ്. ഇനി നാളെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സന്തോഷം, അതിൽ വളരെയധികം സന്തോഷം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും കൃഷിയിടം സന്ദർശിച്ചു. കാരണം കർഷകരെ സംബന്ധിച്ച് ചോര നീരാക്കിയിട്ടാണ് അവർ ഓരോ കൃഷിയും ചെയ്യുന്നത്. അതിന് മാർക്കറ്റിംഗ് ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയാണ് അവർ ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. അപ്പോൾ അത്ര നന്നായി കൃഷി ചെയ്ത് അത് വിപണനം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അതിൻ്റെ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റണം. കാരണം കർഷകരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ 2024. കേരളത്തിലെ BJPയുടെ അജണ്ട നടപ്പാക്കുക മാത്രമാണ് CPM ചെയ്യുന്നതെന്ന് ചാണ്ടി ഉമ്മൻ MLA. ഐക്യജനാധിപത്യ മുന്നണി തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി K മുരളീധരന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം പുതുക്കാട് നിയോജകമണ്ഡലം നന്ദിക്കര സാംബവ കോളനിയിലെ ദളിത് കോൺഗ്രസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ MLA. കേരള സ്റ്റോറി സിനിമ കേരള വിരുദ്ധവും മുസ്ലിം വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണെന്ന് CPM സെക്രട്ടറി ആവർത്തിച്ചു പറയുമ്പോഴും പിണറായി വിജയൻ സർക്കാർ കേരള സ്റ്റോറി സിനിമ നിരോധിക്കാത്തത് എന്തുകൊണ്ടാണെന്നും EDയും SFIO അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്നും ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. ചടങ്ങിൽ രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള ഉത്തം ജീവൻ രക്ഷാ പതക് അവാർഡ് ലഭിച്ച നീരജ് K നിത്യാനന്ദനെ ആദരിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MK രാജേഷ് കുമാർ, വാസു കോട്ടൂൾ, സുധൻ കാരയിൽ, സോമൻ മുത്രത്തിക്കര, KU നിത്യാനന്ദ്, TM ചന്ദ്രൻ, S ഹരീഷ് കുമാർ, സെബി കൊടിയൻ, വാർഡ് അംഗങ്ങളായ രാധാ വിശ്വംഭരൻ, ഷീബ സുരു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ്, KS ജോൺസൺ, വിജയൻ കൈതവളപ്പിൽ, വിനോദ് കുറുമാലി എന്നിവർ പ്രസംഗിച്ചു. അങ്ങനെ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറിന്റെയും സംഭാവനയാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടന. ആ ഭരണഘടന വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ ഇലക്ഷനിലെ ചോദ്യം. ഗാന്ധിയെ പറ്റി പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവിച്ച, ഹിന്ദുവായും മുസ്ലിമായും ക്രിസ്ത്യാനിയായും സിഖായും പാർസിയായും യഹൂദനായും എല്ലാവരായും ജീവിച്ച തികഞ്ഞ ഈശ്വരവിശ്വാസിയായി ജീവിച്ച മഹാത്മാഗാന്ധി. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ജനദ്രോഹ നിലപാടുകളുടെ സമാനമായ പതിപ്പാണ് കേരളത്തിലെ പിണറായിയുടെ ഭരണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി K മുരളീധരന്റെ പ്രചരണാർത്ഥം കുടുംബയോഗങ്ങളുടെ പാർലമെന്റ് തല ഉദ്ഘാടനം കല്ലൂർ ആദൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സുധീരൻ. ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ, മനുഷ്യജീവൻ അപകടത്തിൽപ്പെട്ടപ്പോൾ അവിടെ തിരിഞ്ഞു നോക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. ഇപ്പൊ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുക, അതാണ് മോഡിയുടെ തന്ത്രം. രാജ്യത്ത് അസമാധാനം വളർത്തുക. നാം എങ്ങനെ ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വരുന്നു എന്ന് പറയുന്നു. ഭിന്നിപ്പിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം തൃശൂരിന്റെ മണ്ണിൽ വിലപ്പോവില്ല. അഴിമതിയും ധൂർത്തും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. യോഗത്തിൽ മണ്ഡലം ചെയർമാൻ സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. ജോസഫ് ടാജറ്റ്, K ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, സുന്ദരി മോഹൻദാസ്, ഷെന്നി പാനോക്കാരൻ, സുധൻ കാരയിൽ, പോൾസൺ തെക്കുംപീടിക, സൈമൺ നമ്പാടൻ, ജിഷ ഡേവിസ്, സലീഷ് ചെമ്പാറ, മോഹനൻ തൊഴുക്കാട്ട്, വിനോജ് ആറ്റുപുറം, KC പീറ്റർ, T സുരേന്ദ്രൻ, വിൽസൺ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയോടനുബന്ധിച്ച് പൊങ്കാലയും കുടുംബദേവതാ സംഗമവും നടത്തി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, വൈകിട്ട് ധർമ്മദേവതമാർക്ക് അയ്യപ്പ ക്ഷേത്ര നടയിൽ സ്വീകരണവും സ്ഥാനം നൽകി ഇരുത്തലും ഉണ്ടായിരുന്നു. തുടർന്ന് പൊങ്കാല അടുപ്പിൽ തീ പകർന്നു. ആചാര്യൻ TS വിജയൻ കാരുമാത്രയുടെ അനുഗ്രഹ പ്രഭാഷണം, വരാക്കര ഭഗവതിയുടെ എഴുന്നള്ളത്ത്, കുടുംബദേവതമാർക്ക് പൂജയും ആരതിയും, ശേഷം ദേവിയുടെ തിരിച്ചെഴുന്നള്ളത്ത്, പൊങ്കാല സമർപ്പണം, അത്താഴപൂജ, ശേഷം പ്രസാദക്കഞ്ഞി വിതരണം എന്നിവയായിരുന്നു മറ്റു പരിപാടികൾ. I know we did that.
ഇനിയൊരു ഇടവേള. വിഷുവിന്റെ വരവറിയിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കണിക്കൊന്നകൾ പൂത്തു. പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന നാട്ടിലെയും നഗരങ്ങളിലെയും വർണ്ണ കാഴ്ചയാണ്. ഫലമൂലാദികൾക്കൊപ്പം മഞ്ഞയിൽ ഏഴഴക് വിരിയിക്കുന്ന കൊന്നപ്പൂവ് കൂടി ഉൾപ്പെടുമ്പോഴാണ് മലയാളിയുടെ വിഷുക്കണി പൂർണ്ണമാകുകയുള്ളൂ. മീനമാസത്തിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ കണിക്കൊന്നകൾ പൂത്തു തുടങ്ങിയിരുന്നു. കൊടും ചൂടിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ കണ്ണിനും മനസ്സിനും കുളിരേകുകയാണ്. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃത സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ VS സുധീനയെ KK രാമചന്ദ്രൻ MLA വീട്ടിലെത്തി അനുമോദിച്ചു. CPM പുതുക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വെളിയത്തുപറമ്പിൽ സുരേന്ദ്രൻ, ഓമന ദമ്പതികളുടെ മകളും പുതുക്കാട് തെക്കേത്തുറവ് പുളിക്കൽ ലോഹിതാക്ഷന്റെ മകൻ ദിജിലിന്റെ ഭാര്യയുമാണ് സുധീന. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഏപ്രിൽ 14 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി വരെയും, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി വരെയും, തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുമ്പോഴും ആശ്വാസമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ പ്രവചനം. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നേരിയ മഴയുണ്ടാകും. വ്യാഴാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. വെള്ളി, ശനി ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിട്ടു. ഗ്രാമിന് 10 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് വില 6610 രൂപയായി. 1 പവൻ സ്വർണത്തിന് വില 52,880 രൂപയായി. സംസ്ഥാനത്ത് കഴിഞ്ഞ 4 ദിവസമായി സ്വർണ്ണവില തുടർച്ചയായി റെക്കോർഡിടുകയാണ്. 4 ദിവസത്തിനിടെ ഗ്രാമിന് 195 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. പറപ്പൂക്കര, മുത്തറത്തിക്കര, മാനിയങ്കര പരേതനായ രാമൻ മകൾ കാർത്യായനി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതരായ സുബ്രഹ്മണ്യൻ, മണി എന്നിവർ സഹോദരങ്ങളാണ്. പറപ്പൂക്കര രാപ്പാൾ കല്ലയിൽ കൊച്ചുവേലായുധൻ മകൻ സുനിൽ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. ബിന്ദുവാണ് ഭാര്യ. മക്കൾ ശ്രീഹരി, ഹരിശ്രീ. നന്ദിപുലം കുറിച്ചിപ്പറമ്പിൽ തോമസ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 നോർത്ത് നന്ദിപുലം സെന്റ് മേരീസ് പള്ളിയിൽ. അന്നമ്മയാണ് ഭാര്യ. മിനി, സിനി, സ്റ്റാനി എന്നിവർ മക്കളും. ജോയ്, ഷാജു, പ്രീതി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചെറിയ പെരുന്നാൾ നിറവിൽ നാട്. ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നു. UDF സ്ഥാനാർത്ഥി K മുരളീധരനു വേണ്ടി പ്രചാരണത്തിനിറങ്ങി കോൺഗ്രസ് നേതാക്കളായ VM സുധീരനും ചാണ്ടി ഉമ്മൻ MLAയും. സുധീരൻ ആദൂരിലും ചാണ്ടി ഉമ്മൻ നന്ദിക്കര സാംബവ കോളനിയിലെ പരിപാടിയിലുമാണ് എത്തിയത്. 5 നാൾ നീണ്ടു നിൽക്കുന്ന മിഷൻ എക്സിബിഷന് തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ തുടക്കമായി. മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ദുരിതത്തിലായ കർഷകന് കരുണയുടെ കരങ്ങൾ. പടവലത്തിന് വിലയില്ലാതായതോടെ ആദായ വിൽപ്പനയ്ക്കൊരുങ്ങിയ ആലയങ്ങാടിലെ കർഷകനെ സഹായിക്കാനെത്തി കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. NCTV ഇമ്പാക്ട്.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.